നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം തന്നെ അത് പറയല്? ഒരു മാധ്യമ പ്രവർത്തകനായാൽ എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കുക എന്നുള്ളൊരു നിലയെടുക്കരുത്. ഇത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ലൈസൻസാണ് മാധ്യമ പ്രവർത്തനം എന്ന നിലക്ക് നിങ്ങൾ കാണാൻ പാടില്ല. അത് ശരിയായ ഒരു രീതിയല്ല. ഈ അസംബന്ധം എഴുന്നള്ളിക്കുന്നവർ മുഴുവൻ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമാണോ അതോ മാധ്യമ സിൻഡിക്കേറ്റ് വേറെ? മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ചല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് സുഹൃത്തെ. ഇപ്പൊ പറഞ്ഞത് മനസ്സിലാക്കി. ഇപ്പൊ പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ വക്താവ് മഞ്ഞളാംകുഴി അലി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പ്രവചിച്ചു. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് ഏഷ്യാനെറ്റിന് വിവരമുണ്ടോ? ഏഷ്യാനെറ്റാണോ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്? അങ്ങനെ മഞ്ഞളാംകുഴി അലി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം, എന്നെ ആധികാരികമായിട്ട് അറിയിച്ചിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ വിവരം കിട്ടിയിരിക്കുന്നു. അല്ലാതെ അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ മെനക്കെടാൻ പാടില്ല. പിന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവിടെ ശരിയായി അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപവാദം പ്രചരിപ്പിക്കല്ല വേണ്ടത് മാധ്യമ പ്രവർത്തകരായിട്ട്. അപവാദം പ്രചരിപ്പിക്കാൻ നിൽക്കരുത് മാധ്യമ പ്രവർത്തകർ. അപവാദം പ്രചരിപ്പിക്കലല്ല മാധ്യമ പ്രവർത്തകർ. എന്ത് ചോദ്യം? എന്ത് ചോദ്യം? അതെ, അത് തന്നെയാ ഞാൻ പറയുന്നത്. അസംബന്ധം പ്രചരിപ്പിക്കാനല്ല മാധ്യമ പ്രവർത്തനം. അത് മനസ്സിലാക്കണം. അദ്ദേഹം അറിഞ്ഞെങ്കിൽ ആ അറിഞ്ഞ വിവരം പറയണം. എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? എങ്ങനെ ഒരാളെ പറ്റി തെറ്റായ വിവരം ബോധപൂർവം പറയാൻ പാടുണ്ടോ? അറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞോ? അറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞോ? അറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതാണ് പ്രശ്നം. നിങ്ങളുടെ സോഴ്സ് വിവരം ഉണ്ടെങ്കിലല്ലേ, അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിലല്ലേ സോഴ്സിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു വിവരമില്ലാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് പിന്നെ സോഴ്സ് എന്തിനാ വെളിപ്പെടുത്താൻ നിൽക്കുന്നത്? ഒരാരോപണമല്ല പറഞ്ഞത്. ഇതിനു മേലെ കറുപ്പ് കൊടി കെട്ടിക്കുന്നത് മഞ്ഞളാംകുഴി അരിയാണോ എന്ന് ചോദിച്ചാൽ അത് അസംബന്ധ പ്രചരണമല്ലാതെ പിന്നെ വേറെന്താ? കേട്ട് അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാധ്യമ പ്രവർത്തനം അസംബന്ധം പ്രചരിപ്പിക്കാനല്ല. അതാണ് ഞാൻ പറയുന്നത്. നവകേരള മാർച്ച് തന്റെ മണ്ഡലത്തിലെത്തുമ്പോൾ താൻ